ഫിംഗേഴ്സ് ഉണ്ടാക്കാനായിട്ട് ബോൺലെസ് ആയിട്ടുള്ള മീൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെയ്മീനാണ്. അതിങ്ങനെ നീളത്തിലുള്ള പീസുകളായിട്ട് മുറിച്ച് വയ്ക്കാം. ഞാനിവിടെ ഒരു 15 പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കേണ്ട. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഒറിഗാനോ ചേർക്കേണ്ട. അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. കൂടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മീനിൻ്റെ കഷ്ണങ്ങളുമൊക്കെ പുരട്ടി വെക്കാം. നമുക്ക് ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ പുരട്ടി വെച്ചേക്കാം. അരമണിക്കൂറിന് ശേഷം ഓരോ പീസുകൾ എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ, അതായത് ബ്രെഡിൻ്റെ പൊടിയിൽ നമുക്ക് ഇങ്ങനെ പുരട്ടി വെക്കാം. ഇതിങ്ങനെ പുരട്ടി വെക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും ഒരുപോലെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ബ്രെഡ് ക്രംസ് റെഡിയാക്കാനായിട്ട് ബ്രെഡ് 2 സൈഡും ഒന്ന് പയ്യെ ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തേക്കണതാണിത്. കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ കോട്ടായതിനു ശേഷം 1 മണിക്കൂർ നേരം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. 1 മണിക്കൂർ നേരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഫിഷ് ഫിംഗേഴ്സ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഈ ഓയിൽ ഒന്ന് പയ്യെ ചൂടായി വരുന്ന സമയത്ത്, അതായത് ഒരു മീഡിയം ഹീറ്റിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഈ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇനി 2 സൈഡും നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നന്നായിട്ട് ഓരോ സൈഡ് മറിച്ചിട്ട് വറുത്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തേക്കണോണ്ട് ഇത് എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉള്ളു വേവുകയില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ കുറേശ്ശെ പയ്യെ തിരിച്ചിട്ട് ഓരോ സൈഡ് വേവിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ എല്ലാ സൈഡിലും ഒരുപോലെ ഒരേ കളർ ആവുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള പീസുകളും കൂടി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. റെസ്റ്റോറൻറ്റുകളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടറായിട്ട് കഴിക്കുന്നതാണല്ലേ ഈ ഫിഷ് ഫിംഗേഴ്സ്. അപ്പോൾ ഇത് ഇത്ര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നെയ്മീൻ പോലെ നല്ല ദശക്കട്ടിയുള്ള മീൻ ഇനി മേടിക്കുന്ന ദിവസം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫിംഗേഴ്സ് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് എവർഗ്രീൻ സ്വാദിലൂടെ വീണ്ടും കാണാം.